നമ്മളിൽ പലരുമൊക്കെ ജിമ്മിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ജിമ്മിൽ കണ്ടിട്ടുണ്ട്. ജിമ്മിൽ മാത്രമല്ല പല ഈ സ്പോർട്സ് സെൻ്ററുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഫോം റോളർ. ഇത് പല ഫോമിലുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ പല സോഫ്റ്റ്നെസ് വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഫോം റോളറാണ്. അപ്പം ഇതിൻ്റെ ഒരു മിത്തുണ്ട്. ഇപ്പം പല ആളുകളും ഇത് യൂസ് ചെയ്യുന്ന ഭയങ്കര റോങ് ആയിട്ടല്ല, ഒരു കാര്യത്തിൽ ഭയങ്കര റോങ് ആയിട്ട് ചെയ്താൽ അത് നല്ല പണി കിട്ടും ഫ്യൂച്ചറിൽ. ഇത് ആളുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അപ്പർ ബാക്കിൽ നമ്മൾ കിടന്നിട്ട് നമ്മുടെ അപ്പർ ബാക്ക് വെച്ച് നമ്മൾ റോൾ ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഹിപ്പ് റീജിയനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഹാംസ്ട്രിങ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹാംസ്ട്രിങ്സിൽ വെച്ചുകൊണ്ട് നമുക്കിത് റോൾ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നതിലൂടെ സത്യം നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ മസിൽസ് പെട്ടെന്ന് ലൂസനാവും. മസിൽ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇഞ്ചറി വരാനുള്ള ചാൻസ് നമുക്ക് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, മസിൽസ് അത്രയും ടൈറ്റ് ആണെങ്കിൽ നമ്മുടെ മൊബിലിറ്റിയും എല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് വളരെ ഇതായിട്ട് പെർഫോം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ഈ മസിൽ ടൈറ്റാന്ന് വെച്ചാൽ മെയിനായിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്ന ആളുകൾക്കാണ്. ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ ഒരു ലോങ് ടൈമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും. മസിൽസ് വരുമ്പോൾ നിങ്ങളുടെ ലോവർ ബാക്കിലൊക്കെ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് തോന്നാം, ഭയങ്കര കട്ടി തോന്നാം. ഇപ്പോൾ നിങ്ങൾ ഡെഡ് ലിഫ്റ്റ് ഒക്കെ അടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം നിങ്ങൾ കുറേ നാളായി ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്, 1.5 വർഷമായി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, നന്നായിട്ട് ഡയറ്റ് നോക്കുന്നുണ്ടല്ലോ, ഞാൻ ഹെൽത്തിയാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷനോ ജിമ്മിൽ പോകാത്ത ആളുകളെക്കാളും കുറവായിരിക്കും. നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റി നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾക്ക് അപ്പം 2 കൈ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ബാക്കിൽ പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും, 2 കൈ. അപ്പം അതൊക്കെ മൊബിലിറ്റി ഇഷ്യൂസാണ്. നമുക്ക് അങ്ങനെയൊക്കെ സത്യത്തിൽ നമ്മുടെ ഷോൾഡർ മൊബിലിറ്റി കൂടുതലായിരിക്കണം, എന്നാലേ നമുക്ക് അങ്ങനെ പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഈ ഫോം റോളർ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ലെഗിലൊക്കെ ഇതുപോലെ ഹാംസ്ട്രിങ്സും ക്വാഡ്സൊക്കെ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ പല രീതിയിലും വെച്ച് നമുക്ക് റോൾ ചെയ്ത് ഇതൊക്കെ ലൂസൺ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ലൂസ് ആവത്തില്ല. പതിയെ എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഭയങ്കര ലൂസാവും. പക്ഷെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ മിക്ക ആളുകളും ഞാൻ കാണുന്നുണ്ട്, ഇവർ ലോവർ ബാക്കിൽ യൂസ് ചെയ്യും. ലോവർ ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ബാക്കിന് താഴെയുള്ള റീജിയൻ ലോവർ ബാക്ക്. പക്ഷെ നമ്മുടെ ലോവർ ബാക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, ഇപ്പം വെർട്ടിബ്രൽ കോളം, നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോൺ, അതിനെ നമുക്ക് 3ആയിട്ട് എടുക്കാം. നമ്മുടെ അപ്പർ നെക്കിൻ്റെ അവിടെ നിന്ന് സെർവിക്കൽസ് ഉണ്ട്, അത് 7 സെർവിക്കൽസാണ് ഉള്ളത്. പിന്നെ അതിന് താഴോട്ട് വരുമ്പോൾ തൊറാക്സിക് ഉണ്ട്, അത് 12ആണ്. T12 എന്നൊക്കെ പറയാം. ചിലർ പറയത്തില്ല എനിക്ക് T12 ഇഞ്ചറിയായി, C1. അങ്ങനെ സെർവിക്കൽസ് ഒരു 7 എണ്ണം ഉണ്ട്. പിന്നെ തൊറാസിക് 12 എണ്ണം ഉണ്ട്. ഈ ലോവർ ബാക്കിൽ വരുന്നതിന് ലംബാർ 5 എണ്ണം ഉള്ളത്. അതിന് താഴെ സാക്രം കോക്കിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ലംബാർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ലംബാറിൽ യൂസ് ചെയ്യല്ല സത്യത്തിൽ. ഈ ലംബാറിൽ യൂസ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ തൊറാസിക് പോലെയല്ല, തൊറാസിക് അപ്പർ ബാക്കാണ്. നമ്മുടെ ഈ തൊറാസിക് റീജിയൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സത്യത്തിൽ നമ്മുടെ ഈ റിബ് കേജ് ഒക്കെ ഉണ്ട്. അപ്പം അതുവഴി നമ്മൾ ഈ ഫോം റോളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് സത്യത്തിൽ. നമ്മുടെ അവിടുത്തെ മസിൽസൊക്കെ, നമ്മുടെ ലാക്റ്റിസ് ഡോർസൈ, ആ ലാറ്റ്സ് മസിൽസ്, ഇതെല്ലാം ഭയങ്കരമായിട്ട് ലൂസാവും. പക്ഷെ നമ്മൾ ഈ ലംബാർ റീജിയനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വലിയ ഇതൊന്നുമില്ല. നമുക്ക് റിബ്സ് ഇല്ല, ഒരു അൺപ്രൊട്ടക്റ്റഡ് റീജിയൻ ആണ്. അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുമ്പം അവിടുത്തെ മസിൽസ് വീണ്ടും കയറി ടൈറ്റൻ ആവും. അവിടെ സ്പൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറക്ടസ് സ്പൈനാലെ എന്ന മസിൽ മാത്രമേ ഉള്ളൂ. ആ ഇറക്ടസ് സ്പൈനാലെ മസിൽസാണ് നമുക്ക് പോസ്റ്ററും നമ്മുടെ ഈ ഫ്ലെക്ഷനൊക്കെ ഉണ്ടല്ലോ, ലാറ്ററൽ 2 സൈഡിലേക്കുള്ള ഫ്ലെക്ഷനൊക്കെ സഹായിക്കുന്നത്. അപ്പം ഇതൊക്കെ ഉള്ളു അവിടെ. പിന്നെ സോഫ്റ്റ് ടിഷ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡുണ്ട്, അത് അൺപ്രൊട്ടക്റ്റഡ് റീജിയൻ ആണ്. അപ്പം ഈ സ്പൈനൽ കോഡ് ആർച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഫോം റോളർ ലോവർ ബാക്കിൽ ലംബാർ റീജിയനിൽ ഉപയോഗിക്കരുത്. എപ്പോഴും അപ്പർ ബാക്കിലും നമ്മുടെ ലെഗ്സിലും മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ലോവർ ബാക്കിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഗ്ലൂട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹിപ്പ് ഫ്ലെക്സറും ഗ്ലൂട്ട്സും ഉണ്ടല്ലോ, സ്ട്രെച്ചും കുറേ മൊബിലിറ്റി എക്സസൈസും, ഇതൊക്കെയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ലോവർ ബാക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോവർ ബാക്കിൽ ഒരിക്കലും നമ്മുടെ ഈ ഫോം റോളർ കൊണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ടെന്നീസ് ബോൾ അങ്ങനത്തെ ബോളൊക്കെ കൊണ്ടോ ഒരിക്കലും ചെയ്യല്ലേ. ചില ആളുകൾ കണ്ടിട്ടുണ്ട്, ചില ആളുകൾക്ക് ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് ഭയങ്കര പെയിനൊക്കെ വരുമ്പം അവർ ഈ ടെന്നീസ് ബോളൊക്കെ എടുത്ത് ഈ ലോവർ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യും. അതൊരിക്കലും ചെയ്യല്ലേ, അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം താങ്ക്സ്.